നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ലെബനനിൽ പാലും തേനും വീണ്ടും ഒഴുകുന്നു. പ്രണയത്തിന്റെ കവിയായി ലോകമൊട്ടാകെ വാഴ്ത്തുന്ന ഖലീൽ ജിബ്രാന്റെ ജന്മദേശം, സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും നാട്, ഒരു കാലത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കളിത്തൊട്ടിലായിരുന്ന പശ്ചിമേഷ്യയിലെ ലെബനൻ ഇന്ന് അറിയപ്പെടുന്നത് ഹിസ്ബുള്ള പോലുള്ള ഭീകരവാദികളുടെ നാടായാണ്. മതവൈവിധ്യം കാരണം കൺഫെഷണലിസം എന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനമാണ് ലെബനനിൽ നിലനിൽക്കുന്നത്. 7000 വർഷത്തിലധികം പഴക്കമുള്ള സംസ്കാരമാണ് ഈ ചെറുരാജ്യത്തിൻ്റെതായി ഉള്ളത്. AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം കടന്നു വന്നിരുന്നു. തെക്കൻ ലെബനനിൽ പാർപ്പുറപ്പിച്ചിരുന്ന അറബ് ഗോത്രങ്ങളിൽ AD 635-ൽ ഇസ്ലാം മതവും വേരുറച്ചു. 7-ാം നൂറ്റാണ്ടോടെ ഇസ്ലാം ഈ മേഖലയിലെ നിർണായക ശക്തിയായി മാറി. 1-ാം കുരിശുദ്ധക്കാരുടെ പ്രധാന പാത ലെബനനിലൂടെ ആയിരുന്നു. പിന്നീട് ഫ്രഞ്ച് പ്രഭുക്കന്മാർ ലെബനൻ പ്രദേശങ്ങൾ കീഴടക്കുകയും ഇത് ഒരു പ്രവിശ്യയാക്കി മാറ്റുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടിൽ ലെബനൻ മുസ്ലിം നിയന്ത്രണത്തിലായി. 1516-ൽ ഒട്ടോമൻ തുർക്കി സാമ്രാജ്യം ലെബനൻ കൈവശപ്പെടുത്തി. ഈ സമയത്തൊക്കെ ഒരുപാട് രക്തമാണ് ഈ മണ്ണിലൂടെ ഒലിച്ചുപോയത്. ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകൾ കാരണം ജീവൻ വെടിഞ്ഞവരുടെ കണക്കുകൾ ആരും പക്ഷേ സൂക്ഷിച്ചിട്ടില്ല. പകയും വിദ്വേഷവും മാത്രവുമാണ് കണക്കുകൾ തീർത്തത്. മെറോനേറ്റ് സഭയാണ് ക്രൈസ്തവരിൽ ഭൂരിഭാഗവും. AD 4-5 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്ന സിറിയൻ സന്യാസി സെന്റ് മാരോണിൽ നിന്നാണ് ഈ സഭ തുടങ്ങുന്നത്. സഭയുടെ കേന്ദ്രവും ലെബനൻ തന്നെയാണ്. സ്വതന്ത്ര സഭയായി വികസിപ്പിച്ച ഇവർ പോപ്പിനെ അംഗീകരിക്കുന്ന കത്തോലിക്ക സഭയാണ്. പോപ്പ് കഴിഞ്ഞാൽ പാട്രിയാർക്കാണ് ഈ സഭയുടെ ആത്മീയാചാര്യൻ. ഇസ്ലാം മതത്തിൽ ഷിയ, സുന്നി വിഭാഗങ്ങൾക്ക് പുറമെ ഡ്രൂസ്, അലവൈത്ത് വിഭാഗങ്ങളുമുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള വൈരം ലെബനന്റെ ചരിത്രത്തെ രക്തരൂക്ഷിതമാക്കി തീർത്തു. 1-ാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ ലെബനൻ ഫ്രഞ്ച് നിയന്ത്രണത്തിലായി. 1926-ൽ ഭരണഘടന രൂപപ്പെടുത്തിയെങ്കിലും ഫ്രഞ്ച് കോളനി വാഴ്ചയിൽ നിന്ന് 1946-ലാണ് ലെബനൻ സ്വാതന്ത്ര്യം നേടിയത്. ക്രൈസ്തവ ഇസ്ലാമിക വിഭാഗങ്ങൾക്കിടയിൽ അധികാരം പങ്കിടുന്ന രീതിയിലുള്ള ഭരണഘടനയോടുകൂടിയ ലെബനൻ റിപ്പബ്ലിക് 1943 നവംബർ 22-നാണ് അംഗീകരിക്കപ്പെട്ടത്. ലെബനീസ് ആഭ്യന്തര യുദ്ധം വരെ രാജ്യം താരതമ്യേന ശാന്തവും സമൃദ്ധവുമായിരുന്നു. പതുക്കെ പതുക്കെ മതം പിടിമുറുക്കാൻ തുടങ്ങി. ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ഇത് പതുക്കെ ഇസ്ലാമിക രാജ്യമായി മാറുകയും ചെയ്തു. 1920-ൽ ലെബനനിലെ ജനസംഖ്യയുടെ 70 മുതൽ 75% വരെ ക്രിസ്ത്യാനികളായിരുന്നു. 1932-ലെ സെൻസസ് പ്രകാരം ലെബനനിൽ 7.85 ദശലക്ഷം പൗരന്മാരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 55% ക്രിസ്ത്യാനികളും 45% മുസ്ലിങ്ങളുമായിരുന്നു. എന്നാൽ 1943-ൽ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരാൻ തുടങ്ങി. പലസ്തീനിൽ നിന്നും സിറിയയിൽ നിന്നും ധാരാളം അഭയാർത്ഥികൾ ഈ രാജ്യത്തേക്ക് വരാൻ തുടങ്ങി. ഇസ്രയേലിനെ അറബ് ലോകം വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായത് ലെബനനിലേക്കാണ്. 100,000-ത്തിലധികം പലസ്തീൻകാർ അഭയാർത്ഥികളായി ലെബനനിൽ ഈ സമയത്ത് എത്തി. 1958-ൽ ബെയ്റൂട്ടിൽ ആഭ്യന്തര കലഹം തുടങ്ങി. 1967-ലെ അറബ് ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് വീണ്ടും അഭയാർത്ഥി പ്രവാഹമുണ്ടായി. 50 വർഷം കൊണ്ട് 4.5 ലക്ഷം പലസ്തീൻ അഭയാർത്ഥികളും 10 വർഷം കൊണ്ട് 11 ലക്ഷം സിറിയൻ അഭയാർത്ഥികളും ലെബനനിൽ എത്തിയിട്ടുണ്ട്. 1970-കൾ വരെ മിഡിൽ ഈസ്റ്റിൽ മുസ്ലിം അല്ലാത്ത ഒരേ ഒരു രാജ്യം ലെബനൻ ആയിരുന്നു. എന്നാൽ യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ 1971-ൽ ആസ്ഥാനം ലെബനനിലേക്ക് മാറ്റി. 1975 ആയപ്പോൾ 3 ലക്ഷത്തിലധികം പലസ്തീൻകാർ ലെബനനിൽ ഉണ്ടായിരുന്നു. രാജ്യം കേന്ദ്രമാക്കി പലസ്തീൻ വിമോചന പ്രവർത്തനങ്ങളും അതുവഴി വന്ന ഇസ്ലാമിക തീവ്രവാദവും നാട്ടുകാരായ മറ്റു മതസ്ഥരുടെ എതിർപ്പിന് കാരണമായി. 1970-കളിൽ ജോർദാനിലുണ്ടായ ഭീകരാക്രമണങ്ങളും അരക്ഷിതാവസ്ഥയും കാരണം പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ലെബനോണിന്റെ വാതായനങ്ങൾ തുറന്നിട്ടു. പക്ഷെ അഭയാർത്ഥികളായി രാജ്യത്ത് കടന്നവർ കാലക്രമേണ ജിഹാദികളാകുന്ന അവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുന്നത്. പിന്നെ അങ്ങോട്ട് കലാപത്തിന്റെ ദിനങ്ങളായിരുന്നു. ഇസ്ലാമിക തീവ്രവാദികൾ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. എത്ര നിരപരാധികളെ ജിഹാദികൾ കൊന്നൊടുക്കി എന്നതിന്റെ കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അവരുടെ സ്വത്തുക്കളും ആരാധനാലയങ്ങളും കൈയടക്കി. ഭാര്യമാരെയും പെൺമക്കളെയും ലൈംഗിക അടിമകളാക്കി. വംശഹത്യയുടെയും കൂട്ടപലായനത്തിന്റെയും ഫലമായി 1970-ൽ 60% ക്രിസ്ത്യാനികൾ ഇന്ന്, അതായത് വെറും 30 വർഷങ്ങൾ കൊണ്ട് വെറും 37% അധപതിച്ചു. 80-കളിൽ ഹിസ്ബുള്ള എന്ന ലക്ഷണമൊത്ത തീവ്രവാദ സംഘടന കൂടി ഉണ്ടായതോടെ ലെബനന്റെ തകർച്ച പൂർണ്ണമായി. ഇറാനാണ് ആളും അർത്ഥവും നൽകി ഹിസ്ബുള്ളയെ വളർത്തിയത്.
ലെബനനിൽ വീണ്ടും ക്രിസ്തുമതം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സന്തോഷമായ റിപ്പോർട്ട്. 2022 ഒക്ടോബറിൽ മിഷേൽ ഔണിന്റെ കാലാവധി അവസാനിച്ചതു മുതൽ വിഭാഗീയ അധികാരം പങ്കിടൽ സമ്പ്രദായത്തിൽ ഒരു മെറോനേറ്റ് ക്രിസ്ത്യാനിക്കായി സംവരണം ചെയ്ത ഈ പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഹിസ്ബുള്ളക്കെതിരായ ഇസ്രയേൽ ആക്രമണവും സിറിയയിൽ ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ ബസർ അൽ അസദിനെ അട്ടിമറിച്ചതുമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ മധ്യേഷ്യയിൽ ഉള്ളത്. അതിനാൽ തന്നെ ലെബനനിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. 2022 മിഷേൽ ഔണിന്റെ കാലാവധി അവസാനിച്ചതു മുതൽ നീണ്ടുനിന്ന ഈ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്ക് ഒടുവിൽ ലെബനന്റെ പുതിയ പ്രസിഡന്റായി ജോസഫ് ഔൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ലെബനൻ പാർലമെന്റിൽ ബുധനാഴ്ച നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിലാണ് 128 അംഗങ്ങളിൽ 99 പേരുടെ പിന്തുണയോടെ സായുധ സേനാ മേധാവിയായ ജോസഫ് ഔൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. സിറിയൻ മുൻ പ്രസിഡന്റ് ബഷാറുൽ അസദുമായി ബന്ധമുള്ള വടക്കൻ ലെബനനിലെ ക്രിസ്ത്യൻ പാർട്ടി നേതാവായ സുലൈമാൻ ഫ്രാൻഗിയാണ് ഹിസ്ബുള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ മത്സരത്തിനില്ല എന്ന് ബുധനാഴ്ച പ്രഖ്യാപിച്ച സുലൈമാൻ ജോസഫ് ഔണിനെ പിന്തുണയ്ക്കുകയായിരുന്നു. 14 മാസം നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിച്ച് ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിലെത്തി ആഴ്ചകൾക്ക് ശേഷമാണ് ലെബനനിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അമേരിക്കയ്ക്കും സൗദി അറേബ്യയ്ക്കും താല്പര്യമുള്ള സ്ഥാനാർത്ഥിയായതിനാൽ ജോസഫ് ഔൻ തെരഞ്ഞെടുക്കപ്പെട്ടത് യുദ്ധത്തിൽ തകർന്ന ലെബനന്റെ പുനർനിർമ്മാണത്തിന് ഗുണം ചെയ്യുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.